നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട. പ്രതികളിൽ SFI നേതാവും. ഇടുക്കി അടിമാലിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം ചവറയിൽ MDMA പിടികൂടി. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രോത്സവത്തിൽ CPM പ്രചാരണ ഗാനങ്ങളും പാർട്ടി ചിഹ്നവും. ക്ഷേത്രങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നീക്കമെന്ന് VD സതീശൻ വിമർശിച്ച് BJP. കണ്ണൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ മെഡിക്കൽ ഷോപ്പ് പൂട്ടി. കടയുടമയുടെ അറസ്റ്റ് ഉടൻ. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇടുക്കിയിൽ വാക്സിനേഷന് പിന്നാലെ 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ K രാധാകൃഷ്ണൻ EDയുടെ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകില്ല. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ സമയം നീട്ടി ചോദിച്ചു. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് MV ഗോവിന്ദൻ. കേന്ദ്രവുമായി നേർക്കുനേർ പോരിന് തമിഴ്നാട് സർക്കാർ. കേന്ദ്ര സഹായത്തിനായി അഭിമാനം പണയം വയ്ക്കാനില്ലെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. രൂപചിഹ്നം മാറ്റിയത് വിഘടനവാദത്തിനുള്ള പ്രോത്സാഹനമെന്ന് നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. കൊല്ലത്ത് മധ്യവയസ്കന് സൂര്യാതപമേറ്റു. തോളിനും കഴുത്തിനും നെഞ്ചിനും പൊള്ളലേറ്റു. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. നിറങ്ങളിൽ നീരാടി ഉത്തരേന്ത്യ. ആഘോഷത്തിമിർപ്പിൽ ഹോളി ആഘോഷം. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി. വാർത്തയിലേക്ക് വിശദമായി. ലഹരി കണ്ണികൾ തേടി. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. ഹോസ്റ്റൽ മുറിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടി. പോലീസ് അറസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളിൽ ഒരാളായ അഭിരാജ് SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന SFIയുടെ വാദം പോലീസ് തള്ളി. പിടിയിലായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിടിയിലായ ആകാശിനെ റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കഞ്ചാവ് ശേഖരമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ പരിശോധനയ്ക്കെത്തിയത്. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ 2 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. ഹോസ്റ്റൽ മുറിയിലെ അലമാരയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവും മറ്റൊരു സ്ഥലത്ത് നിന്ന് 9.7 ഗ്രാമുമാണ് കിട്ടിയത്. 2 റൂമുകളിലും അതാത് റൂമുകളിലെ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ 2 കേസുകളായിട്ടിടുന്നത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്ന വാദവുമായി അഭിരാജും SFIയും രംഗത്തെത്തി. ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ഷർട്ടിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ബാഗിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. അതപ്പോ അവിടെ കൊണ്ട് ഇട്ടു എന്നാണോ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളെ പ്രതിയാക്കുമായിരുന്നു, അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. എന്നാൽ വാദം തള്ളിയ പോലീസ് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് വിശദീകരിച്ചു. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അവര് കയ്യോടെ പിടികൂടിയ കേസാണ്. റെയ്ഡിനിടെ പോലീസിനെ കണ്ട് ഓടിയത് KSU പ്രവർത്തകരാണെന്നാണ് SFIയുടെ ആരോപണം. ഇക്കാര്യം നിഷേധിച്ച് KSUവും രംഗത്തെത്തി. പുറത്ത് കൂട്ടുകാരന്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്കിർ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് റൂമിൽ നിന്ന് പിന്നെ അങ്ങനെ ഉറങ്ങി. രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങളെ ഇവിടെ ഇല്ല,
അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. റെയ്ഡും അറസ്റ്റും വൻ രാഷ്ട്രീയ വിവാദം ആവുകയാണ്. SFIയെയും സർക്കാരിനെയും വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളെയും കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി MP രാജേഷ്. ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടിയുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. പിടിയിലായവർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. കഞ്ചാവ് വിൽപ്പനക്കാരോടാണ് സർക്കാരിന് പ്രതിബദ്ധതയെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ കുറ്റപ്പെടുത്തി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കോട്ടയത്തും പൂക്കോടും നടന്നത് ഇതുതന്നെയാണ്. പിന്നിൽ KSU എന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്നുമുണ്ട്. ഇവരാ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ അന്വേഷിച്ചോ. എത്ര സ്ഥലത്തായി? ഒരു സ്ഥലത്താണെങ്കിൽ ഞാൻ പറയില്ല, 2 സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല. ഇത് 1 ഡസനിലധികം സ്ഥലങ്ങളിലായി ഈ വിഷയം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ അത് ഒളിച്ചു വയ്ക്കുക. പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് ക്ഷമിക്കണമെന്ന് അവർ പറയോ? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ആളെ കൊന്നിട്ടേ 52 വെട്ടുവെട്ടി ആളെ കൊന്നിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തതെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളെ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് പ്രതികരണം ചോദിക്കുക. CPMന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ. അവർക്ക് ട്രാൻസ്ഫറാണ്, അവർക്ക് സസ്പെൻഷനാണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല. അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം. നിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം, വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിലത് എത്തിക്കണം. ഇടുക്കി അടിമാലിയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. അടിമാലിക്ക് സമീപം ഇരുമ്പുപാലത്തിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊല്ലം ചവറയിൽ 17 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. പന്മര വടുതല സ്വദേശി ഗോകുലാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് പ്രതിയെ പിടികൂടിയത്. ബോക്സിംഗ് താരവും പരിശീലകനുമാണ് ഗോകുൽ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കണ്ണൂർ പഴയങ്ങാടിയിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി. താൻ തന്നെയാണ് മരുന്നെടുത്ത് നൽകിയതെന്നും ഉടമ EK നാസർ വ്യക്തമാക്കി. മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനിയെ തുടർന്ന് വെങ്ങര സ്വദേശി സമീറിന്റെ കുഞ്ഞിനെ പഴയങ്ങാടിയിലെ ക്ലിനിക്കിൽ കാണിച്ചത്. ഡോക്ടർ പനിക്കുള്ള കാൽപോൾ സിറപ്പ് കുറിച്ച് നൽകുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങി ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കുഞ്ഞിന് നൽകി. ഇതോടെ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങി. ഇതിനുശേഷമാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന് മനസ്സിലായത്. സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതോടെ കുഞ്ഞിന്റെ കരളിനെ അത് ഗുരുതരമായി ബാധിച്ചു. തുടർന്നാണ് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അതിനിടെ സിറപ്പ് ഇല്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി.
താൻ തന്നെയാണ് മരുന്ന് എടുത്തു നൽകിയതെന്നും മരുന്ന് കഴിക്കേണ്ട അളവ് എഴുതി കൊടുത്തില്ലെന്നും ഉടമ EK നാസർ മൊഴി നൽകി. മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി പോലീസ് അടപ്പിച്ചു. എന്നാൽ കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം മെഡിക്കൽ ഷോപ്പിനെതിരെയുള്ള ജനരോക്ഷം തുടരുകയാണ്. ഇന്നലെ യുവജന സംഘടനകൾ ഖദീജ മെഡിക്കൽസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് വീണ്ടും വാക്സിനേഷന് പിന്നാലെ കുഞ്ഞു മരിച്ചതായി പരാതി. ഇടുക്കിയിലാണ് 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചത്. വാക്സിനേഷന് പിന്നാലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് വിവിധ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും നില വഷളായി. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ശ്വാസതടസ്സത്തിനൊപ്പം അപസ്മാരമുണ്ടായതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ 4 മാസമായ കുഞ്ഞ് വാക്സിനേഷന് പിന്നാലെ മരിച്ചിരുന്നു. ഉത്സവാഘോഷത്തിനിടെ വിപ്ലവ ഗാനം പാടിയത് ചർച്ചയാകുന്നു. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രോത്സവത്തിലെ കലാപ പരിപാടികളിൽ വിപ്ലവ ഗാനങ്ങൾ പാടിയതിനെതിരെയാണ് കോൺഗ്രസും BJPയും രംഗത്ത് വന്നത്. പുഷ്പനെ അറിയാമോ, നിങ്ങൾക്ക് ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടാണ് ഗായകൻ അലോഷി പാടിയത്. കടക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ CPMന്റെ പ്രചരണ ഗാനങ്ങളും വിപ്ലവഗാനങ്ങളും പാടിയതിലാണ് എതിർപ്പ്. ഗസൽ ഗായകനായ അലോഷി ആദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിനിടെ കൂത്തുപറമ്പ് വെടിവയ്പിൽ പരുക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുഷ്പനെക്കുറിച്ചുള്ള പാട്ടുകളടക്കമാണ് പാടിയത്. കടക്കൽ തിരുവാതിരയുടെ 9ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അലോഷിയുടെ സംഗീത പരിപാടി. CPM DYFI കൊടികളുടെയും ചിഹ്നത്തിന്റെയും പശ്ചാത്തലത്തിൽ പാർട്ടി പ്രചരണ ഗാനങ്ങൾ പാടിയതിനെതിരെയാണ് വിമർശനം. ക്ഷേത്രത്തെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. അതിന്റെ വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? കഴിഞ്ഞ വർഷം ഇതേ ക്ഷേത്രത്തിൽ ഗായിക ഗൗരി ലക്ഷ്മി ബലികുടീരങ്ങളെ അടക്കമുള്ള പാട്ടുകളും പാടിയിരുന്നു. ഇതുവരെ സംഭവത്തിൽ പ്രാദേശികമായി പരാതി ഉയർന്നിട്ടില്ലെന്ന് CPM ലോക്കൽ സെക്രട്ടറി ദീപു പറയുന്നു. അവിടെ എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും അവിടെ സഹകരിച്ചാണ് അവിടെ ഉത്സവം നടക്കുന്നത്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അത് നടക്കരുത്. പിന്നെ അത് ചെയ്യുന്നത് തെറ്റാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. പൊതുവായി എല്ലാവരും കൂടെ ചേർന്നാണ് അവിടെ ഉത്സവം നടത്തുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് ഉത്സവം നടത്തുന്നതെന്നാണ് CPMന്റെ വാദം. ന്യൂസ് 18 കൊല്ലം. പത്മകുമാറിന്റെ നടപടി സംഘടനാപരമായി തെറ്റെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ പരിശോധനയുണ്ടാകുമെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പുറത്തു പറഞ്ഞത് ശരിയല്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത്. പഴയ നേതാക്കളും വേണം, പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകില്ലെന്ന് K രാധാകൃഷ്ണൻ MP. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് EDക്ക് മറുപടി നൽകി. തിങ്കളാഴ്ച ഹാജരാകാനാണ് ED നിർദ്ദേശം നൽകിയിരുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് CPM നേതാവും MPയുമായ K രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയത്. ബാങ്കിൽ തട്ടിപ്പ് നടന്ന വേളയിൽ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു K രാധാകൃഷ്ണൻ. അന്ന് നടത്തിയ ചില ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലെന്നാണ് ED പറയുന്നത്. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് K രാധാകൃഷ്ണൻ EDക്ക് മറുപടി നൽകി. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് യാതൊന്നും നോട്ടീസിൽ പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നുടനെ എല്ലാ കവറും നമ്മൾ നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ EDയിലൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാകാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്.
കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇഡിയുടെ നീക്കം. ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിയതായി ഇഡി കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കെ രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയ സംഭവം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇഡിയുടെ ഇടപെടൽ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി നേരത്തെ പറഞ്ഞതാണ്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെയും സർക്കാരിനെയും ദുർബലമാക്കുന്നതിന് കേന്ദ്ര ഏജൻസികൾ വീണ്ടും മെല്ലെ കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തീവ്രമായ രീതിയിലായിരുന്നു ഇഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കടന്നാക്രമണം. ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയായാണ് കേരളത്തിലെ സഹകരണ മേഖലയിലും ഇഡി ഇടപെട്ട് തുടങ്ങിയത്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുകയാണ് മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെന്റ് അംഗവുമായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് കെ രാധാകൃഷ്ണനെ ഇഡി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ അലക്സേയ് ബെഷക്കോവിനെ പട്യാല കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ ലിത്വാനിയൻ പൌരൻ പിടിയിലായത്. അമേരിക്കയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ശേഷം അവിടെ നിന്ന് കടന്നുകളയുകയായിരുന്നു ഇയാൾ. 1263 കോടി രൂപയുടെ തട്ടിപ്പ് പ്രതി ലോകവ്യാപകമായി ഇയാൾ നടത്തിയെന്ന് പോലീസ് വ്യക്തമാക്കി. ദുരൂഹ നീക്കങ്ങളായിരുന്നു ബെസിവിക്കോവിന്റേത്. ക്രിപ്റ്റോ കറൻസി വഴി തീവ്ര സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇന്റർപോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനെ തുടർന്ന് പല രാജ്യങ്ങളിലായി ഒളിവിൽ തുടരുകയായിരുന്നു. ഡാർക്ക് നെറ്റിൽ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇന്ത്യൻ രൂപയിൽ 1.5 ലക്ഷം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് അമേരിക്കയിൽ നടത്തിയതായാണ് വിവരം. വർക്കലയിലെ ഹോം സ്റ്റേയിൽ 1 മാസത്തോളം വിനോദസഞ്ചാരി എന്ന വ്യാജേന കുടുംബസമേതം സുഖജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് കുടുംബം തിരികെ പോയെങ്കിലും ഇയാൾ ഹോം സ്റ്റേയിൽ തുടർന്നു. പ്രതിക്ക് വേണ്ടി പട്യാല കോടതി നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര ഏജൻസിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിന്റെ സഹായം തേടി. 1263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഗ്യാരന്റിക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. ആൻഡ് 146 million US dollars ആണ്. അപ്പൊ ഇത് 2020 നിന്ന് ഇപ്പൊ ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് കുറ്റവാളി ഒളിവിൽ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റും വർക്കല പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി മനു ആണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തായ ചോഴിയങ്കാട് വിഷ്ണു പോലീസ് പിടിയിലായി. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. കൊല്ലപ്പെട്ട മനു വിഷ്ണുവിൽ നിന്ന് 6000 രൂപ കടം വാങ്ങിയിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഇത് തിരിച്ചു നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിയും ദന്ത ഡോക്ടറുമായ സൗമ്യയാണ് മരിച്ചത്. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. പുലർച്ചെ 2 മണിക്ക് കഴുത്തറുത്ത നിലയിലാണ് സൗമ്യയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യാശ്രമമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയം ഭർത്താവും ഭർത്തൃമാതാവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദന്ത ഡോക്ടറായ സൗമ്യ 4 വർഷം മുൻപാണ് വിവാഹിതയായത്. കുട്ടികളില്ലാത്തത് ഇവരെ മാനസികമായി അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം. 75 വയസ്സുള്ള സരോജിനിക്കാണ് മർദ്ദനമേറ്റത്. തിരുവല്ല കവിയൂരിലാണ് സംഭവം. മകൻ സന്തോഷിനെ പോലീസ് പിടികൂടി. അജ്മലടക്കം വിവിധ കേസുകളിൽ പ്രതികളായവരുടെ കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് തിരുനിലക്കോട് സ്വദേശി സുരേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സഹോദരി ഭർത്താവ്
കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥിക്ക് കണ്ണൂരിൽ പോക്സോ കേസിൽ 23-കാരി അറസ്റ്റിൽ. 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനാണ് പിടിയിലായത്. ചൈൽഡ് ലൈനിന്റെ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത്. പെൺകുട്ടിയെ പലവട്ടം പീഡിപ്പിച്ചതായാണ് പരാതി. കൊല്ലം ആവണീശ്വരത്ത് നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്തി. താൻ മലപ്പുറം തിരൂരിലുണ്ടെന്ന് കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാതാവ് വഴക്കു പറഞ്ഞതിനെ തുടർന്ന് കുട്ടി വീട് വിട്ട് പോവുകയായിരുന്നു. കേസെടുത്ത കുന്നിക്കോട് പോലീസ് അന്വേഷണം നടത്തിവരവെയാണ് മലപ്പുറം തിരൂരിൽ കുട്ടിയുള്ളതായി വിവരം ലഭിച്ചത്. സംസ്ഥാനത്ത് ചൂടുയരുന്നു. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുള്ള വികിരണ തോതിൽ വൻ വർധനയാണ് ഉണ്ടായത്. പാലക്കാടും മലപ്പുറത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കൊല്ലത്ത് മധ്യവയസ്കന് സൂര്യാതപമേറ്റു. മുണ്ടയ്ക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യാതപമേറ്റത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സൂര്യാതപമേറ്റത്. ദേഹത്ത്, തോളില്, കഴുത്തിലും നെഞ്ചിലും പൊള്ളലേറ്റു. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ത്രിഭാഷാ വിവാദത്തിൽ കേന്ദ്രവുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച തമിഴ്നാട്. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ 2152 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിക്കാതെ കേന്ദ്രം വഞ്ചിച്ചതായി തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരശ് ബജറ്റ് അവതരണത്തിനിടെ വിമർശിച്ചു. കേന്ദ്രവിഹിതത്തിനായി അഭിമാനം നഷ്ടപ്പെടുത്തില്ലെന്നും വിദ്യാഭ്യാസത്തിനായി സ്വന്തം നിലയിൽ പണം കണ്ടെത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഭാഷാ വിവാദത്തിൽ തമിഴ്നാടും കേന്ദ്രവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കി പുതിയ പോർമുഖം തുറന്ന സ്റ്റാലിൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിലും കേന്ദ്ര വിമർശനം ഇടം പിടിച്ചു. ത്രിഭാഷാ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം തടഞ്ഞുവെച്ചത് 2152 കോടി രൂപയാണ്. സാമ്പത്തിക ബാധ്യത വന്നാലും കേന്ദ്രത്തിനു മുന്നിൽ മുട്ടുമടക്കില്ല. ദ്വിഭാഷാ നയം തന്നെ തുടരുമെന്നും ധനമന്ത്രി തങ്കം തെന്നരശ് പ്രഖ്യാപിച്ചു. 2000 கோடி ரூபாய் நிதியினை இழந்தாலும் இருமொழி கொள்கையினை விட்டுத்தர மாட்டோம் என கொண்ட கொள்கையில் உறுதியாக நின்று தமிழ்நாட்டின் தன்மானம் காத்த மாண்புமிகு முதலமைச்சர் அவர்களின் பின்னால் തമിഴ്നാട്ട് മക്കൾ അനേവരും അണിവകുത്തുള്ളனர். വിദേശത്തുള്ള കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനുള്ള പദ്ധതിക്ക് 10 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതിനിടെ മണ്ഡല പുനർനിർണയത്തിനെതിരായ സമ്മേളനത്തിലേക്ക് പിണറായി വിജയനെ തമിഴ്നാട് സർക്കാർ ക്ഷണിച്ചു. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജനും തമിഴച്ചി തങ്കപാണ്ഡ്യനും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. ഈ മാസം 22-ന് ചെന്നൈയിലാണ് സമ്മേളനം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുടെ ആഘോഷത്തിമിർപ്പിൽ ഉത്തരേന്ത്യ. നിറക്കൂട്ടൊരുക്കിയാണ് നാടും നഗരവും ഹോളിയെ വരവേറ്റത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംഭൽ ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ പല നഗരങ്ങളും കനത്ത സുരക്ഷയിലാണ്. ഇത് വർണ്ണങ്ങളുടെ ഉത്സവം, ആഘോഷങ്ങൾക്ക് ലഹരി പിടിക്കുന്ന നിമിഷങ്ങൾ. ശരീരത്തിൽ സ്നേഹത്തിന്റെ നിറങ്ങൾ വാരിപ്പൂശുന്നവർ പങ്കുവെക്കുന്നത് ഒരുമയുടെ ആഘോഷമാണ്. എവിടെയും വർണ്ണങ്ങളുടെ മഴവില്ല് മാത്രം. നിറങ്ങൾ വാരിവിതറിയും സ്വയം വർണ്ണങ്ങളിൽ ആറാടിയും ഓരോരുത്തരും ആവേശത്തിമിർപ്പിലാണ്. ആശംസകൾ നേർന്നും മധുരപലഹാരങ്ങൾ കൈമാറിയും ബാങ്ക് കുടിച്ചും ഹോളിയുടെ ആഘോഷലഹരിയിലാണ് നാടും നഗരവും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ഹോളി ആശംസകൾ നേർന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഉത്തർപ്രദേശിലെ ഹോളി ആഘോഷം. സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലെ 100-ലധികം മുസ്ലിം പള്ളികൾ ടാർപോളിൻ കൊണ്ട് മറച്ചുകെട്ടിയിരിക്കുകയാണ് UP ഭരണകൂടം. ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് ഹൈന്ദവ സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്ന സംബലിലെ ഷാഹി ജുമാ മസ്ജിദും ഇതിൽ ഉൾപ്പെടുന്നു. പ്രദേശത്ത് പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി. ജുമുഅ നമസ്കാരവും ഹോളിയും ഒരുമിച്ച് വരുന്നതിനാൽ സംഘർഷം ഒഴിവാക്കാനും സാമുദായിക സൗഹാർദ്ദം ഉറപ്പിക്കാനുമാണ് നടപടിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് പിന്നാലെ ട്രംപിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബ്രസീലിയൻ പ്രസിഡന്റിനും നന്ദി പറഞ്ഞ വ്ളാഡിമിർ പുടിൻ.
യുദ്ധം അവസാനിപ്പിക്കാനുള്ള US നിർദ്ദേശങ്ങളോട് റഷ്യ യോജിക്കുന്നുവെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമാധാനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നും പുടിൻ വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന US യുക്രൈൻ ചർച്ചകളെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് യുക്രൈൻ വെടിനിർത്തലിന് തയ്യാറായതെന്നും പുടിൻ പറഞ്ഞു. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉടൻ ഭൂമിയിലെത്തും. ഇവരെ മടക്കിക്കൊണ്ടുവരുന്ന സ്പേസ് എക്സ് ക്രൂ 10ന്റെ വിക്ഷേപണം ശനിയാഴ്ച പുലർച്ചെ 4:30 നടക്കും. 8 ദിവസത്തെ ദൌത്യത്തിനായി ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത്. എന്നാൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾ പണിമുടക്കിയതും കാരണം പേടകത്തിലുള്ള മടക്കയാത്ര പലവട്ടം മാറ്റി. ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. 9 മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ഇരുവരെയും തിരികെ എത്തിക്കുന്നതിനൊപ്പം ISSലേക്ക് അടുത്ത സംഘം അയക്കുന്നതിനുമായിട്ടാണ് ക്രൂ 10 ദൌത്യം തീരുമാനിച്ചത്. ക്രൂ 10 ദൌത്യ സംഘം ISSൽ എത്തുന്നതോടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിക്കും. ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ 5:18ഓടെയാണ് ക്രൂ 10 വിക്ഷേപിക്കാൻ സ്പേസ് എക്സ് ലക്ഷ്യമിട്ടിരുന്നത്. ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും 16-ാം തീയതി തിരികെ എത്തിക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുൻപ് സാങ്കേതിക തടസ്സത്തെ തുടർന്ന് ദൌത്യം മുടങ്ങി. വീണ്ടും ആശങ്ക ഉയർന്നെങ്കിലും ക്രൂ 10 ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 4:30 പുറപ്പെടുമെന്നാണ് നാസയും സ്പേസ് എക്സും അറിയിച്ചത്. ഇതോടെ സുനിതയും ബുച്ച് വിൽമോറും 17-ാം തീയതി ഭൂമിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 33 ദിവസമായി. 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വരുന്ന 17-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. അതേസമയം നിയമസഭാ സമ്മേളനത്തിനിടയിൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന വിലയിരുത്തലിൽ ഇടതുമുന്നണി എത്തിയിട്ടുണ്ട്. ആശാവർക്കർമാരുമായി ഉടൻ ചർച്ച നടത്തിയ അനുനയ നീക്കത്തിലൂടെ സമരം അവസാനിപ്പിക്കണമെന്ന നിലപാട് LDF ഘടകകക്ഷികൾ സർക്കാരിനെ വീണ്ടും അറിയിക്കുമെന്നാണ് സൂചന. കടൽ മണൽ ഖനനം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ചേ നടപ്പാക്കൂവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും. ഇതിനായി പഠനം നടത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അത് പരിഹരിച്ചതിന് ശേഷം അത് മുന്നോട്ട് പോകുള്ളൂ. അവരുടെ ആശങ്കകൾ പരിഹരിക്കും. എല്ലാ പഠനങ്ങളും നടത്തിട്ട് പോകുള്ളൂ. തുടങ്ങിയിട്ടില്ലല്ലോ. എല്ലാ പഠനങ്ങളും അവർ പറയുന്ന എല്ലാ പഠനങ്ങളും നടത്തും. അപ്പോൾ അവരും പറഞ്ഞു കഴിഞ്ഞു അതിന്റെ പഠനങ്ങൾ നടത്തിയതിന് ശേഷമേ അതുണ്ടാകുള്ളൂ. അവരുടെ ഫിഷിങ്ങിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ അതുണ്ടാകുള്ളൂ. VS അച്യുതാനന്ദനെ സന്ദർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുതിയ സംസ്ഥാന സമിതി യോഗത്തിന് മുന്നോടിയായിരുന്നു സന്ദർശനം. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VSനെ നേരിൽ കണ്ട് അഭിവാദ്യം അർപ്പിച്ചതായി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,785 രൂപ, പവന് 54,280 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ദിൽന ചേരും.